ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇഗ്നു 2025 ജൂൺ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ BA, BSW, BBA, BCom പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമുക്ക് അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഗ്നു 2025 ജൂൺ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ട് അഡ്മിഷൻ എടുത്തതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുടെ പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കാണില്ല. സോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് സ്റ്റുഡൻസിൻ്റെ ID കാർഡാണ്. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ത്രൂ ആയിരിക്കും ID കാർഡ് വരുന്നത്. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിവേഴ്സിറ്റിയിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പാറ്റേണിനെ പറ്റിയിട്ടാണ്. സാധാരണ യൂണിവേഴ്സിറ്റിയിൽ ഷോർട്ട് ആൻസർ, ഷോർട്ട് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പാറ്റേൺ പോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ മാർക്കിംഗ് സിസ്റ്റം എന്നുള്ളത്. നോർമലായിട്ട് യൂണിവേഴ്സിറ്റിയിൽ 100 മാർക്കിൻ്റെയും 50 മാർക്കിൻ്റെയും പേപ്പേഴ്സാണ് കാണുന്നത്. അപ്പോൾ 100 മാർക്കിൻ്റെ ഒരു പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത് 35 ആണ്. അതുപോലെ തന്നെ 50 മാർക്കിൻ്റെ ഒരു പേപ്പർ ആണെങ്കിൽ നിങ്ങളുടെ പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത് 18 ആണ്. നാലാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അസൈൻമെന്റ് ആണ്. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ഒരു ടേം ആൻഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നതിന്റെ മുന്നേ എല്ലാ സ്റ്റുഡൻസും കമ്പൾസറി ആയിട്ട് ചെയ്തിരിക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അസൈൻമെന്റിന് നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് 100 മാർക്കിലായിരിക്കും വരുന്നത്. അതിൽ 35 ആണ് നിങ്ങളുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് എല്ലാ സ്റ്റുഡൻസും അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ എക്സാമിൻ്റെ കാര്യമാണ്. നോർമലി ഇഗ്നു യൂണിവേഴ്സിറ്റി ഒരു വർഷത്തിൽ 2 എക്സാമിനേഷൻസ് ആണ് നടത്തുന്നത്. ഒന്ന് ജൂണിലും മറ്റേത് സെപ്റ്റംബറിലുമാണ്. ഇപ്പോൾ ജൂണിൽ ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് ഇയർ എക്സാം നടക്കുന്നത് നെക്സ്റ്റ് ഇയർ ജൂണിലായിരിക്കും. അടുത്തതായിട്ട് എല്ലാ സ്റ്റുഡൻസും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ എടുത്ത കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എത്രയാണെന്നുള്ളത്. അപ്പോൾ നോർമലി നമ്മുടെ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകളുടെ മിനിമം ഡ്യൂറേഷൻ വരുന്നത് 3 ഇയേഴ്സും മാക്സിമം ഡ്യൂറേഷൻ വരുന്നത് 6 ഇയേഴ്സും ആണ്. അടുത്തതായിട്ട് എല്ലാ സ്റ്റുഡൻസും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കാര്യം. അപ്പോൾ നോർമലി നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ സോഫ്റ്റ് കോപ്പീസ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ഹാർഡ് കോപ്പീസ് ചൂസ് ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ അത് നിങ്ങളുടെ അഡ്രസ്സിലോട്ടായിരിക്കും വരുന്നത്. നോർമലി അത് കുറച്ച് വൈകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും ഹാർഡ് കോപ്പീസ് വെയിറ്റ് ചെയ്തിരിക്കരുത്. ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സോഫ്റ്റ് കോപ്പീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തതായിട്ട് ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സ്റ്റുഡൻസും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ കാര്യം. അപ്പോൾ ഇപ്പോൾ ജൂൺ 2025 ബാച്ചിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൻ്റെ മാത്രമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് ഇയറിൻ്റെയും തേർഡ് ഇയറിൻ്റെയും രജിസ്ട്രേഷൻസ് ഇതുപോലെ ചെയ്യാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇയർ, അതായത് 2026 ജൂണിലായിരിക്കും നിങ്ങളുടെ സെക്കൻഡ് ഇയറിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. അതുപോലെ തന്നെ 2027 ജൂണിലായിരിക്കും നിങ്ങളുടെ തേർഡ് ഇയറിൻ്റെ രജിസ്ട്രേഷനും വരുന്നത്. ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ പുതുതായി അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മോർ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.